അമ്മയ്ക്ക് അച്ഛന് പേടിയായിരുന്നു എന്നാ തോന്നിയിട്ടുള്ളത്. ഒന്നും പറയുമായിരുന്നില്ല എന്നോട്. ഞാൻ കുട്ടിയല്ലേ. ദിവസവും രാത്രി അമ്മ ആരും കേൾക്കാണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും. ആ തേങ്ങൽ കേട്ട എന്നും ഞാൻ ഉറങ്ങാറ്. മരിക്കുന്നതിന്റെ തലേന്ന് കൂടി എന്നോട് പിറ്റേന്ന് രാവിലെ കുളക്കടവില് മരിച്ചു കിടക്കുന്നതാ കണ്ടത്. ഒന്നേ നോക്കിയുള്ളൂ. പലരും പലതുമൊക്കെ പറഞ്ഞു. ഏതാ ശരിയെന്നും സത്യമൊന്നും അറിഞ്ഞൂടാ. അറിഞ്ഞിട്ടും എന്താ, അമ്മ പോയില്ലേ. അന്നും അതെ ഇന്നും അതെ. അച്ഛന്റെ നിഴല് കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. കുട്ടിയുടെ അച്ഛൻ തിരുമേനിയെ പോലെ ഒരാളിന്റെ അടുത്തല്ല നങ്ങയമ്മ ചെന്ന് ചേരേണ്ടിയിരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ പാവം. വിളക്ക് വെച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ വേറെ ഒരു വിഷയവും കിട്ടില്ല രണ്ടാൾക്കും. മരണവും മരിച്ചവരെയും കുറിച്ചുള്ള വർത്തമാനം നിർത്തുക. ആരാത്? ഞാനാ മായ. മായ കുട്ടിയാണല്ലോ അത്. എന്താ കുട്ടി? എന്താ? മോളിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. അയ്യോ, അകത്തേക്ക് വരൂ. വരൂ കുട്ടി. വരൂ. ഇവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ഇവിടെ കിടന്നോളൂന്നേ. സാരില്ല. മാഷേ, കട്ടില് ലേശം. പുതയ്ക്കണോ? വേണ്ട. സമയം എത്രയായി? ഷോ, ഈ കുട്ടിയെ കാണാനില്ലല്ലോ. നേരം കുറെ ആയി. ദേ, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. പതുക്കെ. ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മായമ്മേ നീ. സമയം എത്രയെന്നറിയോ?
എന്താ ഇത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കുട്ടിക്ക്? ഇംഗ്ലീഷിന്റെ. ആരാ? ആ പ്രൊഫസർ ജോസഫാ? ആ, അയാളെ ചെയ്യൂ ഇതൊക്കെ. അവനവന്റെ മക്കള് സ്കൂളിലും കോളേജിലും പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരാണ്ടാവുമ്പോ വീട്ടിലിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വേവലാതി വല്ലതും അവർക്കറിയണോ? പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണും നട്ട് വേലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എൻ്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവിൽ കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. മായമ്മ എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്? എന്തേ? എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ, സത്യം. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എനിക്ക് ചങ്ക് പഠിച്ചു പോയി. ടീച്ചറെ അമ്മാന്ന് വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്ക? അച്ഛാന്നോ വിളിക്കോ? വിളിക്കായിരിക്കില്ലേ?